പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 23-ാമത്തെ ദിനത്തിലാണ് നമ്മളുള്ളത്. അതായത് ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലാണ്. അടുത്ത തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് ഏതായാലും നമ്മൾ പരിശുദ്ധമായ റമദാനിലായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആ റമദാനിലേക്ക് എത്തിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവ്. തിങ്കളാഴ്ച രാവിൻ്റെ പ്രത്യേകത എന്താ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാവാണ്. ശഅബാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? ശഅബാനു ഷഹ്രി, ശഅബാൻ എൻ്റെ മാസമാണെന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തിയ മാസം കൂടിയാണ്. അപ്പോൾ ഈ ഒരു പുണ്യമായ മാസത്തിൽ, പുണ്യമായ രാവിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിശുദ്ധമായ ഖുർആനിലെ ഒരു കുഞ്ഞു സൂറത്താണ് ഇൻഷാ അല്ലാഹ്. ആ സൂറത്തിൻ്റെ മഹത്വം, നേട്ടം അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ആ സൂറത്ത് ഇന്നത്തെ കാലത്ത് എന്തായാലും ആണും പെണ്ണും ചെറിയവരും വലിയവരും വിദ്യാർത്ഥിയും അല്ലാത്തവരും എല്ലാവരും ഓതിയിരിക്കേണ്ട അത്ഭുതപ്പെടുത്തുന്ന ഒരു കുഞ്ഞൻ സൂറത്താണ്. അതായത് വിശുദ്ധമായ ഖുർആനിൽ മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്താണ്. ആ സൂറത്ത് ഏതാണ്? അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. സൂറത്ത് നിത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ക്ലാസ്സിൽ സന്നിഹിതരായിട്ടുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഇരുത്തം, നമ്മുടെ ഈ കേൾവി, നമ്മുടെ ഈ ക്ലാസ് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഒരു മജ്ലിസായി, ഒരു അമലായി റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തരുമാറാവട്ടെ. പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 23-ാമത്തെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് മഗ്‌രിബോടുകൂടി 24-ാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മാത്രമല്ല പരിശുദ്ധമായ ശഅബാനിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് കൂടിയാണ് ഇന്ന്. അവസാനത്തെ തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് ഏതായാലും നമ്മൾ പരിശുദ്ധമായ റമദാനിൽ ആയിരിക്കും. അല്ലാഹു തആല റമദാനിലേക്ക് നമ്മളെ എല്ലാവരെയും ആഫിയത്തോടെ ആരോഗ്യത്തോടെ എത്തിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആനിലെ ചെറിയൊരു സൂറത്താണ്. ആ ഒരു ചെറിയ സൂറത്തിൻ്റെ നേട്ടം വലുതാണ്. ചെറിയ സൂറത്താണ്, പക്ഷേ അത് നേട്ടം വലുതാണ്. കാന്താരിക്ക് എരിവ് കൂടുതലാണ് എന്ന് പറയുന്നത് പോലെ ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്താണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിലെ ഈ മീമില്ലാത്ത സൂറത്താണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം ഏത് സൂറത്താണെന്ന് അല്ലേ? വിശുദ്ധമായ ഖുർആനിലെ 108-ാമത്തെ സൂറത്ത്, മക്കയിൽ അവതരിച്ച സൂറത്ത്, വിശുദ്ധമായ ഖുർആനിലെ 3 ആയത്തുകളുള്ള 3 സൂറത്തുകളിൽ ചെറിയ സൂറത്ത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, സൂറത്തുൽ കൗസറാണ്. വിശുദ്ധമായ ഖുർആനിൽ 3 ആയത്ത് മാത്രമുള്ള 3 സൂറത്തുണ്ട്. ഒന്ന് സൂറത്തുൽ അസ്ർ, 2 സൂറത്തുൽ നസ്ർ, 3 സൂറത്തുൽ കൗസർ. അപ്പോൾ സൂറത്തുൽ കൗസർ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ, ഏറ്റവും ചെറുതാണ് സൂറത്തുൽ കൗസർ. ഈ സൂറത്തുൽ കൗസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്താണ് ഈ സൂറത്ത്. 10 വാക്കുകളാണ് ഈ സൂറത്തിലുള്ളത്. 42 അക്ഷരങ്ങളാണ് ഈ സൂറത്തിൽ ഉള്ളത്. മീമില്ലാത്ത സൂറത്താണ്. ഈ സൂറത്തിൻ്റെ 3 ആയത്ത് നമുക്കൊന്ന് ഓതിയാൽ ആ സൂറത്ത് എന്ന് എല്ലാവരും ഓതിക്കേ. ഈ സൂറത്ത് ചെറുതാണെങ്കിലും നേട്ടം വലുതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ നേട്ടം എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ സൂറത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് 3 ആയത്താണ് ഉള്ളതെങ്കിലും ആ 3 ആയത്തിൻ്റെയും അവസാനത്തിൽ റാ എന്ന അക്ഷരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലേ? 3 ആയത്താണ്. ആ 3 ആയത്തിൻ്റെയും അവസാനത്തിൽ റാ എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റിയ സൂറത്താണ്. വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഈ സൂറത്ത് ഓതിയാൽ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. മാത്രമല്ല പരിപാവനമായ ശഅബാൻ മാസത്തിൽ
മാസത്തിൻ്റെ, ഷഅബാൻ എന്ന് പറഞ്ഞാൽ മുത്തറസൂല് തന്നിലേക്ക് ചേർത്ത് ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണെന്ന് നബിതങ്ങൾ അവിടത്തോട് ചേർത്ത് പറഞ്ഞ ആ ഷഅബാൻ മാസത്തിൻ്റെ ഏത് രാവിലാണുള്ളത്? തിങ്കളാഴ്ച രാവ്. സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിച്ച് ചൊല്ലേണ്ട ഒരു രാവാകുന്ന തിങ്കളാഴ്ച രാവിലാണ് ഇൻഷാ അല്ലാഹ് നമ്മളുള്ളത്. അതുകൊണ്ട് ഈ സൂറത്തിന് ഒരുപാട് നേട്ടങ്ങളാണ്, ഒരുപാട് പ്രത്യേകതകളാണ്. ഈ ഒരു സൂറത്തിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടം അതിൽപ്പെട്ട ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅഹാ, സൂറത്തുൽ കൗസർ ഒരു മനുഷ്യൻ ഓതിയാൽ സഖാഹുല്ലാഹു മിൻ അൻഹാരിൽ ജന്ന, സ്വർഗത്തിലെ നദികളിൽ നിന്നും അല്ലാഹു അവനെ കുടിപ്പിക്കുന്നതാണ്. അബൂ സഈദ് എന്ന് പറയുന്ന ഒരു കിതാബിൽ കാണാം, ഈ പരിശുദ്ധമായ സൂറത്തുൽ കൗസർ ഒരാൾ ഓതിയാൽ, ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ദുൽഹിജ്ജ 10-ന്, അതായത് ബലിപെരുന്നാളിന് ലോകത്ത് അറുക്കപ്പെടുന്ന ബലിമൃഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവൻ അല്ലാഹു തആല നന്മകൾ കൊടുക്കുന്നതാണ്, തിന്മകൾ മായിച്ച് കളയുന്നതാണ്. മൻ ഖറഅഹാ, ഈ സൂറത്തുൽ കൗസർ ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ ഹൃദയം ലോലമാകും, എല്ലാവരോടും ഇഷ്ടമുള്ള, അതായത് ഹൃദയത്തിൽ അല്ലാഹു കാഠിന്യത എടുത്തു കളയും, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ അവനെ കൊണ്ട് പറ്റുന്നതാണ്. ഭാര്യ ഓതിയാൽ ഭർത്താവിനോടുള്ള പെരുമാറ്റം നന്നാകും, ഭർത്താവ് ഓതിയാൽ ഭാര്യയോടുള്ള പെരുമാറ്റമോ നന്നാകും. ദമ്പതിമാർ സ്ഥിരമായി ഓതേണ്ട ഒരു സൂറത്താണിത്. ഭാര്യ ഭർത്താക്കന്മാർ ഓതിക്കഴിഞ്ഞാൽ, അവർ ഓതുന്നത് നിത്യമാക്കിയാൽ അവരുടെ ആ ഒരു കുടുംബ ബന്ധത്തിൽ അല്ലാഹു ഇണക്കം തരും, പിണക്കത്തെ മാറ്റുന്നതാണ്. മക്കളെ നിങ്ങൾ ഓതണേ, അല്ലെ? പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയട്ടെ, സൂറത്തുൽ കൗസർ മറന്നു പോവരുതേ. ഈ സൂറത്തുൽ കൗസർ എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റിയ സൂറത്താണ്, അല്ലെ? സൂറത്തുൽ കൗസർ ഓതിയണേ, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും. അള്ളാഹിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാൻ പറ്റൂ. അത് പരീക്ഷയാവട്ടെ, നമ്മുടെ ജോലിയാവട്ടെ, നമ്മുടെ ജീവിതമാവട്ടെ, എന്താണെങ്കിലും അള്ളാഹിൻ്റെ കരുണയുണ്ടെങ്കിൽ അതിലൊക്കെ വിജയമുണ്ടാകും. അപ്പോൾ നമ്മൾ എഴുതുന്ന പരീക്ഷ അതിലൊക്കെ വിജയമുണ്ടാവണോ? സൂറത്തുൽ കൗസർ മറന്നു പോവരുതേ. പിന്നെയോ ചെറിയ കുട്ടികളുണ്ടാകും, അല്ലെ? നമ്മുടെ വീട്ടിലുള്ള 5 വയസ്സ്, 4 വയസ്സ്, 3 വയസ്സ്, 6, 7 വയസ്സൊക്കെ നല്ല വാശിയുടെ പ്രായമാണ്, അല്ലേ? ഏത് കുടുംബത്തിലെടുത്ത് നോക്കിയാലും അത്തരത്തിൽ ആ ഒരു പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര വാശിയാണ്. ആ പ്രായത്തിലല്ല, ഇപ്പോൾ 10, 16, 17, 10ാം ക്ലാസ്സിനും +1, +2 ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര വാശിയാണ്, അല്ലെ? ഭയങ്കര ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര വാശിയാണ്. ഇപ്പം നിങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരു 9 മാസം, ഒരു 8 മാസം, അതായത് ഒന്ന് ഇരിക്കുന്ന പ്രായം, 8 മാസം 7 മാസമൊക്കെ ഒന്ന് ഇരിക്കുമല്ലോ. ആ ഇരിക്കുന്ന പ്രായത്തിൽ നമ്മുടെ മക്കളുടെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുത്തു, മൊബൈൽ കൊടുത്തു, വേണ്ട എന്തെങ്കിലും ഒരു മിഠായി കൊടുത്തു, എന്തെങ്കിലും ഒരു വസ്തു കൊടുത്തു, നമ്മളതങ്ങോട്ട് വാങ്ങിച്ചാൽ അവർ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അപ്പം തന്നെ, അല്ലേ, ഒച്ചപ്പാടും ബഹളും എടുത്തിട്ട് അങ്ങോട്ട് കരഞ്ഞ് വാശി, അപ്പോഴേ വാശിയുടെ ആ ഒരു ബാലപാഠങ്ങൾ അവർ പഠിക്കുവാൻ. എല്ലാ കുട്ടികളും എങ്ങനെ? അത് നമ്മൾ ചെറിയ കുട്ടികളല്ല, അത് പോട്ടെന്ന് വെക്കാം. പക്ഷെ ആ ഒരു വാശിയുള്ള കുട്ടി ഇങ്ങനെ വളർന്ന് ഒരു 3 വയസ്സ് 4 വയസ്സായെന്ന് വിചാരിക്കാം. അവൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നു, വേറെ എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഫോൺ, നമ്മുടെ ഫോൺ കുട്ടി ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഈ റീൽസുകൾ ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾ ഫോൺ കാണലാണല്ലോ പതിവ്. അത് കണ്ടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചാലോ അവിടെ പൊട്ടിത്തെറിക്കും കുട്ടികൾ, അല്ലേ? ചെറിയ കാര്യത്തിന് പോലും കുട്ടികൾ ഭയങ്കര വയലൻ്റ് ആകുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികളുടെ വാശി, അതുപോലെ തന്നെ കുട്ടികളുടെ ദേഷ്യം, അവരുടെ പഠനത്തിൻ്റെ മികവ് കുറവ്, ഇതൊക്കെ മാറാൻ എൻ്റെ ഉമ്മമാരും ഒപ്പമാരും മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഈ സൂറത്ത് 5 or 7 പ്രാവശ്യം ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കണമെന്നാണ്. കുടിക്കാൻ അവർക്ക് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ ഇത് മന്ത്രിച്ചിട്ട് കൊടുക്കണമെന്നാണ്. അപ്പോൾ കുട്ടികളുടെ വാശി, ദേഷ്യം ഒക്കെ മാറാനും നമ്മുടെ പരീക്ഷകളിൽ ഉന്നതമായ വിജയമുണ്ടാവാനും ഒക്കെ ഇത് നല്ലതാണ്. പിന്നെയോ ഈ സൂറത്ത് ഓതും, പിന്നെയും നമുക്ക് കാണാം ഖുത്തുബി, തഫ്സീർ റാസി, ഇതിലൊക്കെ നമുക്ക് ഒരുപാട് മഹത്വം കാണാൻ പറ്റും. ഈ സൂറത്തിൻ്റെ ഒരു മനുഷ്യൻ സൂറത്തുൽ കൗസർ ഓതിയാൽ വിശുദ്ധമായ ഖുർആൻ ഖത്തം ഓതുന്നവനെ പോലെയാണെന്നാണ്. സൂറത്തുൽ കൗസർ ഓതുന്നവനിക്ക് കിട്ടുന്നത് ഖത്തമുൽ ഖുർആൻ, ഖുർആൻ മുഴുവനും ഓതി തീർക്കുന്നവനെ പോലെയാണെന്നാണ്. പിന്നെയോ ഈ ഒരു സൂറത്ത് പരമാവധി നമ്മൾ അധികരിപ്പിച്ച് ഈ സൂറത്ത് നമ്മൾ ഈ ഒരു മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഓതേണ്ടതെന്നാണ്.
ഷഅബാൻ. കാരണം ഈ ഷഅബാൻ എൻ്റെ മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പുണ്യമായ ഷഅബാൻ മാസത്തിൽ ഈ സൂറത്ത് ഓതിയാൽ നബിയോടുള്ള ബന്ധം നമുക്ക് കൂട്ടിയിണക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ശത്രുക്കളുടെ ഉപദ്രവത്തെ തൊട്ട് കാക്കുന്ന സൂറത്താണ്. ശത്രുക്കളുടെ ഉപദ്രവം അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവേ പരിശുദ്ധമായ കഅബയിലേക്ക് നബി ഇങ്ങനെ ഹറമിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് നബി ഇങ്ങനെ ഹറമിലേക്ക് പ്രവേശിക്കുന്നു. ആ സമയത്ത് ഹറമിൽ നിന്നും പുറത്തേക്ക് ഒരാൾ വരുന്നു. അയാളുടെ പേര് ആസിം ബിൻ വാഇൽ എന്നാണ്. അയാൾ പുറത്തേക്ക് വന്നു. രണ്ടുപേരും തമ്മിൽ എന്തോ ചെറിയ വാക്കുകൾ സംസാരിച്ചു. എന്നിട്ട് നബി തങ്ങൾ പള്ളിയിലേക്ക് പോയി. ഇയാൾ ആസിം ബിൻ വാഇൽ എന്ന് പറയുന്ന ആൾ പുറത്തേക്ക് വന്നു. ആ സമയത്ത് ആസിം ബിൻ വാഇൽ എന്ന് പറയുന്ന മക്കയിൽ അന്നത്തെ മുശ്രിക്കീങ്ങളുടെ അന്നത്തെ നബി തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളുടെ നേതാക്കന്മാരിൽപ്പെട്ട ആളാണ്. അയാളോട് മറ്റുള്ളവർ ചോദിച്ചു, അതാരാണോ പോയത്? ആ സമയത്ത് അയാൾ പറഞ്ഞത് ദാക അബ്തർ, അത് മക്കളില്ലാത്ത ആളാണ്, മക്കളില്ലാത്ത വാലറ്റവനാണ്, അതായത് അനന്തരാവകാശികളില്ലാത്ത ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ അല്ലേ, നബി തങ്ങൾക്ക് 7 മക്കളുണ്ട്. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 3 ആൺകുട്ടികൾ അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം എന്നീ 3 ആൺമക്കളും മരണപ്പെട്ടു. അതുപോലെ തന്നെ റുഖിയ, ഉമ്മു കുൽസൂം, സൈനബ് ഈ 3 പെൺമക്കളും മരണപ്പെട്ടു. ഫാത്തിമ ബീവി മാത്രമാണ് ജീവിച്ചിരുന്നത് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം. അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ മരിച്ചു പോയപ്പോൾ നബി തങ്ങളെ പറ്റി ഇങ്ങനെ കളിയാക്കി പറഞ്ഞത് വാലറ്റവൻ, അതായത് അനന്തരാവകാശി ഇല്ലാത്തവൻ എന്ന് നബിയെ പരിഹസിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തആല നബിയെ വിസ്മരിക്കുന്ന, നബി തങ്ങളെ കളിയാക്കുന്ന, നബിയെ ധിക്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ശത്രുതയിൽ നിന്നും അവരിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞിട്ട് നബിയെ പരിഹസിച്ചു. നബി തങ്ങൾക്ക് അത് കേട്ടു. നബി അത് കേട്ടു. ദാക അബ്തർ എന്ന് പറയുന്നത് നബി തങ്ങൾ കേട്ടു. നബിക്ക് ഭയങ്കര വിഷമമായി, സങ്കടമായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് അല്ലാഹു തആല ഇറക്കിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. അപ്പോൾ ഈ സൂറത്തുൽ കൗസർ ഓതിയാൽ നബിയെ ആശ്വസിപ്പിച്ചവനെ പോലത്തൊരു പ്രതിഫലം അല്ലാഹു തരുമെന്നാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, ഈ ഒരു മാസത്തിൽ നമ്മൾ എന്തായാലും ഈ സൂറത്ത് ഓതിയിരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 5 വട്ടം ഈ സൂറത്ത് ഇപ്പം തന്നെ ഓതിയാലോ? കാരണം ഇത് ഓതുന്നവന് അല്ലാഹു തആല ഖത്തുമുൽ ഖുർആൻ ഓതുന്നവനെ പോലത്തൊരു പ്രതിഫലം കൊടുക്കുമെന്നാണ്. മാത്രമല്ല നമ്മുടെ ദേഷ്യം വാശിയൊക്കെ മാറുന്നതാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്നതാണ്. മാത്രമല്ല ദുൽഹിജ്ജ 10-ന്റെ അന്ന് അല്ലെ, ബലിപെരുന്നാളിൻ്റെ അന്ന് ഏതൊക്കെ മനുഷ്യന്മാർ എവിടെയൊക്കെ ലോകത്ത് ബലിയെറുക്കുന്നുണ്ടോ അവരുടെ ആ ബലിമൃഗത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു തആല പ്രതിഫലം തരുന്നത്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്ത് കൊണ്ടുണ്ട്. വിശുദ്ധമായ റമദാൻ വരികയാണ്. ആ റമദാൻ വരുന്നതിന് മുമ്പ് പുണ്യമായ ശഅബാൻ മാസത്തിൻ്റെ സുന്ദരമായ ഈ ഒരു ദിനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ നേട്ടങ്ങളും കൊയ്തെടുക്കണം. അള്ളാഹിൻ്റെ റസൂലിനെ കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നമുക്ക് പെടണം. അതിനെന്ത് ചെയ്യണം? ഈ സൂറത്ത് പതിവാക്കണം. നമുക്കൊരു 5 പ്രാവശ്യം ഇപ്പം തന്നെ ഓതിയാലോ? നോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العظيم. അല്ലാഹു സ്വീകരിക്കട്ടെ, പടച്ചവൻ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സൂറത്ത് ഓതുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ ആർക്കെല്ലാം പടച്ചവൻ കൊടുക്കുന്നുണ്ടോ അതുപോലത്തെ നേട്ടങ്ങളും പ്രതിഫലങ്ങളും റബ്ബ് നമുക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനൊക്കെ നമ്മളിലേക്ക് അടുത്തു വരികയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ ഇനിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞുകൂടുക. റമളാനിലേക്ക് നമ്മൾ തയ്യാറായി ഇപ്പോഴേ തന്നെ ഒരു സന്തോഷം ഉണ്ടാവുക. റമളാൻ വരുന്നു എന്നുള്ളൊരു സന്തോഷം തന്നെ നമുക്ക് ഇപ്പോഴുണ്ടാവണം. മൻ ഫറഹ ബിദുഖൂലി റമളാൻ ഹറമല്ലാഹു
ജസദഹു അലൻ നീറാൻ എന്നൊക്കെ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരാൾ റമളാൻ വരുന്നുണ്ട് എന്ന ആ ഒരു സന്തോഷ വാർത്ത, റമളാൻ വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു സന്തോഷം അവൻ്റെ മനസ്സിൽ കൊണ്ടുവന്നാൽ നരകത്തിൽ നിന്നുള്ള മോചനം പോലും അള്ളാഹു കൊടുക്കുമെന്ന്, അത്രമാത്രം വലിയ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് റമളാൻ. ആ റമളാൻ വരികയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആ റമളാനിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കൗസർ എപ്പോൾ വേണമെങ്കിലും ഓതാം. പ്രത്യേകിച്ച് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ ഈ സൂറത്തുൽ കൗസറൊക്കെ ഓതിയാൽ, അത് 2 റക്അത്തിലും സൂറത്തുൽ കൗസർ ഓതിയാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 2ാമത്തെ റക്അത്തിലോ ആദ്യത്തെ റക്അത്തിലോ നമുക്ക് മറ്റു സൂറത്തുകളോടൊപ്പം തന്നെ ഈ സൂറത്തുൽ കൗസറും ഓതാവുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സൂറത്ത് നിത്യമാക്കാൻ, ഇതിന്റെ പ്രതിഫലങ്ങളൊക്കെ കരസ്ഥമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ. അല്ലാഹുവേ പടച്ച റബ്ബേ, ആരൊക്കെ ഞങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം. എന്താണ്, ഞങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന്. അല്ലാഹുവേ, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, നിനക്ക് ഓരോരുത്തരുടെയും പേരും അഡ്രസ്സും എല്ലാം അറിയാം, അവരുടെ വിഷമങ്ങൾ അറിയാം. റബ്ബേ, നീ കാണുന്നവനാണ്, നീ സാക്ഷിയാണ്. എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ, വിഷമ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമസ്കാരത്തിൽ നമ്മൾ അറിയാതെ നമ്മൾ വരുത്തുന്ന പല തെറ്റുകളും അതെങ്ങനെ തിരുത്താം. എൻ്റെ പൊന്നുസ്താദെ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നിസ്കാരത്തിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണമെന്നല്ല പറയുന്നുണ്ട്, പിന്നെ ഇത് തന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം. ഞങ്ങളൊക്കെ ആ വീഡിയോ കണ്ടതാണ്, ഇനി അതിനെപ്പറ്റി പറയണോ എന്നൊന്നും വിചാരിക്കരുത്. കാരണം നമ്മൾ ഒരുപാട് മസാലകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനിയും, പക്ഷെ പറഞ്ഞാൽ ഒരുപാട് ദീർഘിച്ചു പോകും എന്നതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിസ്കാരം, വിശുദ്ധമായ നിസ്കാരം എങ്ങനെ നമുക്ക് തെറ്റുകൂടാതെ നിസ്കരിക്കാം, നിസ്കാരത്തിൻ്റെ A to Z കാര്യങ്ങൾ അത് കൃത്യമായി വ്യക്തമായി വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയും, അതുപോലെ തന്നെ നിസ്കാരത്തിൽ പറയുന്ന മുഴുവൻ ദിക്റുകളുടെ, ദുആകളുടെ, സ്വലവാത്തുകളുടെ എല്ലാം അർത്ഥസഹിതം നമ്മൾ പറയുന്ന ആ വീഡിയോയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദെ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല, അത് എവിടെയാണ്, ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല, അതേ ഇവിടെ നോക്കിയാൽ എൻഡ് സ്ക്രീനായി ഇവിടെ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് ആ നിസ്കാരത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് എത്താൻ പറ്റും. കാരണം പരിശുദ്ധമായ റമളാൻ വരികയാണ്. ആ റമളാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ നിസ്കാരത്തിൻ്റെ തെറ്റുകൾ, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന പല തെറ്റുകളും തിരുത്തി നമുക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരമൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് റമളാനിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ കാണണം, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ കുടുംബാദികൾക്കും അത് അയച്ചു കൊടുക്കണം. അല്ലാഹു തആല അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം കൃത്യമാക്കാൻ, നിത്യമാക്കാൻ റബ്ബ് തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.